നമ്മുടെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരുന്ന കാര്യമാണ് അഹങ്കാരം. അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ഒരുപാട് മേഖലകളിൽ അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് പ്രിയപ്പെട്ടതിൽ അഹങ്കാരി പാപനിമിത്തം ജഡിക പാപത്തിലേക്ക് നിബന്ധിക്കും. അപ്പോൾ പിന്നെന്താ, അവന് പ്രിയപ്പെട്ടതെല്ലാം കീടങ്ങളെ പോലെ കർത്താവ് തകർത്ത് കളയും. വിശുദ്ധ ലിഖിതങ്ങളിൽ ജെറമിയായുടെ പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങൾ കർത്താവ് പറയുകയാണ്, അഹങ്കാരി, നീ ഇങ്ങനെ പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ നീ പാഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അബ്സലോം തൂങ്ങിക്കടന്നതുപോലെ നീ തൂങ്ങിക്കിടക്കും. പിന്നെ നിന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയില്ല. അബ്സലോം ദാവീദിൻ്റെ ഏറ്റവും പ്രിയ മകനായിരുന്നു അബ്സലോം ദാവീദിനെതിരെ നന്ദികേട് കാണിച്ച്, ദാവീദിനെതിരെ പടയൊരുക്കി, ദാവീദിനെതിരെ എല്ലാം ചെയ്ത് അവനങ്ങനെ പടയോട്ടത്തിൽ ഒരു മുടിചൂടാൻ മന്നനായി വിജയത്തിന്മേൽ വിജയം നേടി പോകുന്ന സമയത്ത് അവൻ പടയോട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അവൻ്റെ മുടി ഒരു കരുവേലക മരത്തിലുടക്കി അവനിങ്ങനെ തൂങ്ങിക്കടന്നു. പിന്നാലെ വന്ന പട്ടാളക്കാർ അവനെ അവിടെ വെച്ച് കുത്തിക്കൊന്നു. ഇത് വളരെ ദാരുണമായൊരു സംഭവമായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട, ആർക്കും സഹായിക്കാൻ പറ്റില്ല. കുതിര ഓടിപ്പോയി, ഇയാൾ തൂങ്ങിക്കിടക്കുകയാണ്. ശത്രുപട്ടാളം വന്നപ്പോൾ അവരെ വെച്ചിട്ട് കുത്തിക്കൊന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ജെറമിയ 50-ാം അധ്യായം 31-32 വാക്യങ്ങൾ എന്താ വചനം പഠിപ്പിക്കുന്നത്? അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ കൈകാര്യം ചെയ്യുന്നവർ. അടുത്തത്, അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ. ആ ഭാഗമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും. അത് ഏതാ വചനം? ഒന്ന് വായിച്ചു നോക്കിയേ. അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. എഴുന്നേൽപ്പിക്കാൻ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നീ വീഴും. അല്ലെങ്കിൽ നീ വീഴുന്ന സ്ഥലത്ത് ആരും ഉണ്ടായിരിക്കും നീ എഴുന്നേൽപ്പിക്കാൻ. അബ്സലോം അവിടെ തൂങ്ങിക്കിണ്ട് കിടക്കുകയാണ്. ശത്രുക്കൾ പിന്നാലെ കുന്തമായിട്ട് വരികയാകുമ്പോൾ കുതിര ഓടിപ്പോയി. എന്താ അഹങ്കാരി എന്ന് പറയുന്നത്? നിങ്ങൾ വലിയ അബ്സലോമിനെയും കൂട്ടരെയും വന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വിചാരിക്കും വലിയ കഥാപാത്രങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെയുണ്ട് ഇഷ്ടം പോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ. അഹങ്കാരത്തിന് നല്ല അവാർഡ് കിട്ടേണ്ട ആളുകൾ ഇരിക്കുന്നുണ്ട്. ദേ വായിച്ചു നോക്കിയേ, പ്രഭാഷകൻ 27-ാം അധ്യായം 28-ാമത്തെ വാക്യം. പ്രഭാഷകൻ 27-28. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്കറിയാൻ പറ്റുന്ന അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ വഴിയിൽ അവനെ കാത്തിരിക്കുകയാണ്. പ്രതികാരം സിംഹത്തെ പോലെ കാത്തിരിക്കുന്നു. അഹങ്കാരിയിൽ നിന്ന്, ശ്രദ്ധിച്ച് വായിച്ചേ, അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പരിഹാസവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതുപോലെ ഈ കാര്യങ്ങൾ തകർച്ചകൾ കടന്നു വരുമ്പം നമ്മൾ ചെറിയ ഒരു പരിപാടി കാണിച്ചിട്ട് എന്ത് കാര്യം? സിംഹത്തെ, ഒരു സിംഹം ഇരയുടെ അടുത്തേക്ക് വരുമ്പം ആ ഇരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഹം ഇരയുടെ അടുത്തേക്ക് വരികയാണ്. ഈ സിംഹത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. സിംഹത്തിൻ്റെ 10-1 ശക്തിയുള്ളൂ. കടുവ, നമ്മുടെ വയനാട്ടിലെ കടുവേനെ ഓർത്താൽ മതി. അത് കുറച്ചൊക്കെ മനസ്സിലാവും മലയാളികൾക്ക്, കടുവയും മോഴയാനെയൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതികാരം സിംഹത്തെ പോലെ ഇങ്ങോട്ട് വരുമെന്നാണ് പറയണത്. അതിനെ പുറകോട്ട് ഓടിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുത്തുന്ന അതിപ്രധാനമായ മൂന്നാമത്തെ ഒരു മണ്ഡലമാണിത്. എന്ത്? നാം അഹങ്കാരത്തോടെ ദൂഷണവും പരിഹാസവും പറയും. അഹങ്കാരത്തിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ഉന്മാദത്തിലുള്ള അർമാദിക്കൽ, അത് ഓരോ സ്വഭാവത്തിൽ നമുക്കത് കാണാൻ പറ്റും. അടുത്തത്, നമ്മുടെ കൊട്ടാരങ്ങളിലേക്ക് മരണം കയറി വരാൻ നമ്മൾ തന്നെ സ്ഥാപിച്ചിട്ടുള്ള കിളിവാതിൽ. അടുത്തൊരു കിളിവാതിലാണ് ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുക. പ്രഭാഷകൻ 27-29. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 3 പേര് ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുക. അതിലൊരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ നല്ല മിടുക്കനാണ്, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പൊരുത്തപ്പെടുന്നില്ല. അസൂയായിരിക്കാം,
അല്ലെങ്കിൽ താൻപോരിമഭാവമായിരിക്കാം, അതും അല്ലെങ്കിൽ മുഷ്കായിരിക്കാം, അല്ലെങ്കിൽ എതിർപ്പായിരിക്കാം, അല്ലെങ്കിൽ വിമത സ്വഭാവം, എന്തെങ്കിലും ആയിരിക്കാം. ഒരു കീട സ്വഭാവം ഉള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ, ആ ആളിങ്ങനെ ഉയർന്നു വരുമ്പോൾ നമുക്കിങ്ങനെ പറ്റണില്ല. പെട്ടെന്നാണ് അയാൾക്ക് എല്ലാവരും മുമ്പിൽ വെച്ച് ഒരു അധപതനം ഉണ്ടായി, ഒരു വഴക്ക് കേട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു പരാജയം ഉണ്ടായി. അപ്പോൾ പുറത്തൊന്നും പറഞ്ഞില്ല, ഉള്ളുകൊണ്ട് ഒരു സന്തോഷം, ഒരു സന്തോഷം. അദ്ദേഹം നല്ല ആളാണെന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എന്താ, നമുക്കത് ഒരു വിഷമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തകർച്ച വന്നു. അദ്ദേഹം എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലാതെ എന്തെങ്കിലും, അദ്ദേഹം വളരെ പബ്ലിക്കായിട്ട് തകർന്നു. അപ്പോൾ എന്തായി, ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ സെലിബ്രേഷനായി, മനസ്സുകൊണ്ട് ആനന്ദിക്കുകയാണ്. ചിലർ പബ്ലിക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഒരുപാട് മാന്യന്മാർ പബ്ലിക്കായിട്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ മനസ്സുകൊണ്ട് ഗൂഢമായി ആനന്ദിക്കും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. പ്രഭാഷകൻ 27:29. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും, മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. നിങ്ങളുടെ ഇടവകയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാരനുണ്ട്, അട്ടപ്പാടിക്ക് ബസ്സിൽ ആളെ കൊണ്ടുവരുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് പുള്ളിനകത്ത് വരെ ഒരു അംഗീകാരമില്ല. ആ പുള്ളിക്കൊരു തകർച്ച വന്നാൽ കൊട്ടി ഘോഷിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയും. ദൈവഭക്തൻ്റെ കാര്യം ദൈവം നോക്കും, പക്ഷേ നിങ്ങളുടെ കാര്യം ആര് നോക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു വികാരിച്ചിനൊരു വീഴ്ച വന്നു, ഒരു വികാരിച്ചിനൊരു തകർച്ചയുണ്ടായി. വികാരിച്ച് ശരിക്കും ശക്തമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന ആളായിരുന്നു. പക്ഷേ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു വീഴ്ചയുണ്ടായി. അത് എല്ലാവരും പരസ്യമായി. എന്തായി, അത് പറഞ്ഞിട്ട് തീരാത്ത പോലെ അങ്ങോട്ട് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാം, ആനന്ദിക്കുക. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും, മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ പോലും ശമനമില്ലാത്ത തരത്തിലുള്ള വേദന കുടുംബത്തിലേക്ക് കയറി വരാൻ ഇത് കാരണമാകും. ആർക്കും കെടുത്താൻ വരാതെ അഗ്നി പോലെ ശരീരത്തിൽ വേദന വന്ന് വേദന കൊണ്ട് പൊളഞ്ഞ് നമ്മൾ കഷ്ടപ്പെടും. നമ്മുടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വിധത്തിൽ അദ്ദേഹം സങ്കടപ്പെട്ടതുപോലെ നമ്മൾ ആർക്കും, ഒരു മെഡിസിനും, ഒരു ഡോക്ടർക്കും, ഒരു വൈദ്യനും, ഒരാൾക്കും, ഒരു സുഹൃത്തിനും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുപോലെ വേദന കൊണ്ട് ഒരു പക്ഷേ പൊളഞ്ഞ് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലെല്ലാം വേദന കൊണ്ട് നിറയാൻ കാരണമാകുന്ന ഈ ഒരു പ്രധാന മേഖല, ദൈവഭക്തൻ്റെ തകർച്ചയിൽ ആനന്ദിക്കുന്നൊരു പ്രകൃതം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ പുറപ്പെട്ട് ചെല്ലണം. നമ്മൾ ദൈവത്തോട് അനുദപിച്ച് പറയണം, ആ വ്യക്തിയോട് അനുരഞ്ജനപ്പെടണം, ആ വ്യക്തിയെ നമ്മൾ ആദരിക്കണം, ദൈവഭക്തനെ നമ്മൾ ആദരിക്കണം, ദൈവഭക്തനെ ആദരിക്കണം. 15-ാമത്തെ സങ്കീർത്തനത്തിൽ അതുണ്ട്, ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവൻ. ആരാണ് കർത്താവിൻ്റെ വിശുദ്ധഗിരിയിൽ വസിക്കുന്നത്? ആരാണ് കർത്താവിൻ്റെ വിശുദ്ധ കൂടാരത്തിൽ വസിക്കുന്നത്? കറകൂടാതെ ജീവിക്കുന്നവൻ, ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവൻ. ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവനെ കർത്താവ് തന്നെ വിശുദ്ധിയിലും കൃപയിലും ഉയർത്തും. ഇന്ന് ഒരുപാട് പേർക്ക് വിശുദ്ധിയിലും കൃപ ഉയരാൻ പറ്റുന്നില്ല. മാത്രമല്ല, അവർ വിശുദ്ധിയിൽ നിന്ന് അധപതിച്ച് പോവുകയാണ് ചെയ്യണത്. അവർ കൃപയിൽ നിന്ന് അധപതിച്ച് പോവുകയാണ് ചെയ്യണത്. എന്താണ്? ദൈവഭക്തനോട് ആദരം കാണിക്കുന്നതിന് പകരം ചില ദൈവഭക്തന്മാരോട് ആദരം ഉണ്ടായിരിക്കും, ചിലർക്ക് എന്നോട് ആദരം ഉണ്ടായിരിക്കും, വേറെ ചില അച്ഛന്മാരോട് പുച്ഛമായിരിക്കും. ചിലർക്ക് വേറെ ചില അച്ഛന്മാരോട് ആദരവുണ്ടാവും, എന്നോട് പുച്ഛമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടത്, അതല്ല ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആദരവ്, ഇഷ്ടമില്ലാത്തൊരു പുച്ഛം, അതല്ല. എല്ലാ ദൈവഭക്തന്മാരോടും ആദരവ്. അനുകൂലമാണോ പ്രതികൂലമാണോ, നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല. ദൈവഭക്തനാണോ ആദരവ് കാണിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ദാവീദ് രാജാവ് ഇങ്ങനെ ഒരു ഗുഹയിലിരിക്കുകയാണ്. സാവൂൾ 3000 പട്ടാളക്കാരോടുകൂടെ വന്ന് ദാവീദിനെ കൊല്ലാൻ വേണ്ടി 3000 പട്ടാളക്കാരുമായിട്ട് ദാവീദിനെ പിന്തുടർന്നിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മരുഭൂമിയുടെ. അങ്ങനെ ദാവീദ് ഓടി മാറി മരുഭൂമിയിലൂടെ രക്ഷപ്പെട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ച്. അങ്ങനെ ദാവീദ് അനുചരന്മാരൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പം ഒരു ദിവസം അറിയാതെ സൗൾ രാജാവ് ആ ഗുഹയ്ക്കുള്ളിൽ കയറി മലമൂത്ര വിസർജനം നടത്തുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ പറഞ്ഞു, നിൻ്റെ ശത്രുവിനെ നിൻ്റെ കൈകളിൽ ദൈവം ഏൽപ്പിക്കുന്ന വചനം ഇതാ പൂർത്തിയാകാൻ പോവുകയാണ്. ഇതാ ശത്രു, നിനക്കിപ്പോൾ ഇഷ്ടം പോലെ ഇദ്ദേഹത്തിനെ നിനക്ക് വധിക്കാം, ഞങ്ങൾ പോയി വധിച്ചിട്ട് വരാം എന്ന് പറയുകയാണ്. ഉടനെ ദാവീദ് പറയുകയാണ്, ഇല്ല, കർത്താവിൻ്റെ അഭിഷിക്തനെ എതിരെ കൈ ഉയർത്തും, ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കൈ ഉയർത്തുകയില്ല, ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തനെ വേദനിപ്പിക്കില്ല. നോക്കിയേ, ദാവീദിനെ കൊല്ലാൻ നടക്കുകയാണ്. ദാവീദിനെ ഒരിക്കലും പുള്ളി അംഗീകരിച്ചിട്ടില്ല.
പക്ഷേ കർത്താവിനോടുള്ള ഭയം കാരണം ദാവീദ് ഈ സാവൂളിനോട് ഒന്നും ചെയ്യുന്നില്ല, ദൈവഭക്തനെ ആദരിക്കുകയാണ്. എഴുന്നേറ്റ് വന്നേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുന്ന വഴികൾ അറിഞ്ഞ് ഈ 2-3 മേഖലകളെക്കുറിച്ച് ഗൗരവത്തിൽ ഒന്ന് ചിന്തിക്കണം. നമ്മളിങ്ങനെ അനുഗ്രഹം നിങ്ങൾ എത്ര പേര് അനുഗ്രഹം പ്രാപിക്കുന്നു, എത്ര പേര് ബ്ലെസ്സിങ്സ് മേടിക്കുന്നു, എത്ര പേര് കുർബാനയിൽ ആശീർവാദം വാങ്ങിക്കുന്നു, പക്ഷേ ഈ ആശീർവാദമൊക്കെ പ്രാപിച്ചാലും ഈ അബ്രാഹത്തിൽ നിന്ന് ഈ യാക്കോബ്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടും പിന്നെയും കടന്ന് കഷ്ടത, പിന്നെയും കടന്ന് അലഞ്ഞ് തിരിയുന്നത് പോലെ 20 വർഷം ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവനും 20 വർഷം ഇങ്ങനെ അലഞ്ഞ് 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 അങ്ങനെ ഉറക്കമില്ലാതെയും സുരക്ഷിതതയില്ലാതെയും വഞ്ചനയിലും ചതിയിലകപ്പെട്ടും ആരും പോലും ഇല്ലാതെ അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യം പോലും ഇല്ലാതെ അങ്ങനെ 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രമാത്രം ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതം എവിടെയാണ് തകർച്ച, എൻ്റെ ജീവിതം എവിടെ വെച്ചാണ് ഞാൻ ഇങ്ങനെയുള്ള വചനങ്ങൾ ലംഘിച്ചത്? കർത്താവേ, ഇടപെടണമേ.